Good morning, all of you. Good morning, all of you. എൻ്റെ പേര് ബാബിത. സ്ഥലം കോഴിക്കോട് മുക്കത്താണ്. ഈ ബട്ടോറിയത്തിലേക്ക് വന്നിട്ട് ഏതാണ്ട് 3.5 വർഷത്തോളായി. വരാനുണ്ടായ കാരണം മറ്റൊന്നുമല്ല, എൻ്റെ ഒരു ഹെൽത്ത് പ്രശ്നം തന്നെയാണ്. നമുക്കറിയാം, ഒരു മനുഷ്യന് എന്തുണ്ടായിട്ടും കാര്യമില്ല ഹെൽത്ത് ഇല്ലെങ്കിൽ. അപ്പം നമുക്ക് എൻ്റെ ഹെൽത്ത് പ്രശ്നം എന്താണെന്ന് പറയുന്നതിന് മുന്നായിട്ട് നമുക്ക് ഒരു ഈശ്വര പ്രാർത്ഥന, ഒരു 2 മിനിറ്റ് സമയം, അതിനുശേഷം സ്റ്റാർട്ട്. എനിക്ക് ആദ്യമായി തന്നെ തുടങ്ങിയത് രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞ് 3 മക്കളാണ്. രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എൻ്റെ ഹെൽത്ത് പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് ഫസ്റ്റ് തന്നെ വന്നത് ആമവാദമാണ്. ആമവാദം വന്നവർക്കൊക്കെ അറിയാം അതിൻ്റെ അവസ്ഥ എന്താണ്. പണ്ടുള്ള ആൾക്കാർ പറയല് ഒരു ഈച്ച വീണാ പോലും വേദനയാണെന്നാ. പക്ഷെ അത് അനുഭവിച്ചവർക്ക് മാത്രമേ അതിന്റെ പ്രയാസം അറിയുള്ളൂ. ഞാനത് നന്നായി അനുഭവിച്ച ഒരാളാണ്. ആമവാദം വന്ന സമയത്ത് ഇംഗ്ലീഷ് ഡോക്ടറുടെ തന്നെയാണ് പോയത്. അങ്ങനെ അവിടെ ചെന്ന സമയത്ത് ഓല് എൻ്റെ ആ പെയിന് കാരണം ഡിസ്പ്രിൻ ടാബ്ലറ്റ് ആണ് എനിക്ക് എഴുതി തന്നത്. ഡിസ്പ്രിൻ ടാബ്ലറ്റ് ഒരു നേരം 2 എണ്ണം വെച്ചിട്ടാണ് ഞാൻ കഴിച്ചിട്ടുണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം 6 ടാബ്ലറ്റ് പെയിൻ കില്ലർ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നു. പക്ഷെ എനിക്ക് യാതൊരു മാറ്റമില്ല. ആ വേദന ടാബ്ലറ്റ് കഴിക്കുന്ന സമയത്ത് മാത്രം കുറച്ചൊരു മാറ്റം ഉണ്ടാവും. അതിന്റെ ടൈം കഴിഞ്ഞാൽ വീണ്ടും ആവർത്തിക്കുക. അവസാനം ഞാൻ ആ ഒരു മരുന്ന് മാത്രം കഴിക്കുക എന്നല്ലാതെ ഒരു കഞ്ഞിവെള്ളം മാത്രം കുടിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് പോയി. ഞാൻ ആ മരുന്നെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഞാൻ ഒരു നാച്ചുറോപ്പതി ചികിത്സയിലേക്ക്, എനിക്കിനി ഒന്നും വേണ്ട, എൻ്റെ വിധി എന്താ വെച്ചാൽ അതുപോലെ വരും എന്നുള്ളത് കണക്കാക്കിക്കൊണ്ട് ഞാൻ നാച്ചുറോപ്പതി ചികിത്സ എന്ന് പറഞ്ഞാൽ മണ്ണ്, വെള്ളം, അല്ലെ, ആ 2 ആണ് അതിലുള്ള ട്രീറ്റ്മെന്റ്. രാവിലെ അന്നത്തെ കാലം എന്ന് പറഞ്ഞാല് ട്രോളിയോ ഒന്നും ഉണ്ടാവില്ല ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞാല്. നാച്ചുറോപ്പതി ആകുമ്പോൾ പ്രത്യേകിച്ചും അത് ആ ഫീൽഡിലേക്ക് വരുന്നല്ലോ. എന്നെ ഒരു മയ്യത്ത് എടുത്ത് കൊണ്ടുപോകുമ്പം അല്ലെ 6 ആള് പിടിച്ചിട്ടാണ്. അപ്പൊ അങ്ങനെ എടുത്തിട്ട് വെയിലത്ത് കൊണ്ടുപോയി വെക്കും. വെയിലത്ത് കൊണ്ടുപോയി വെക്കണ സമയത്ത് 2 കൈയും കൂടിയിട്ടായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ആ ഒരു 20 മിനിറ്റ് വെയിലത്ത് നിർത്തി കഴിഞ്ഞാൽ 2 കൈയും നൂരും. 2 കൈയും നീർന്ന സമയത്ത് പിന്നെ അവിടുന്ന് എടുത്തിട്ട് ബോഡി മൊത്തം മണ്ണ് തേക്കും. ആ മണ്ണ് തേച്ച് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഒരു മാസത്തോളം ആ ട്രീറ്റ്മെന്റ് ചെയ്ത സമയത്ത് എനിക്ക് എണീറ്റ് നടക്കാൻ ഉള്ളൊരു അവസ്ഥയിലേക്ക് വന്ന്. അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞേ, നിങ്ങൾക്ക് മാറിയെന്ന് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. നിങ്ങൾ ഈ കുട്ടിനെ പോലും നിങ്ങൾ എടുക്കാൻ പാടില്ല. ഞാനും അതെല്ലാം ഞാൻ ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ വിട്ട്. പക്ഷെ ഇത്രത്തോളം എനിക്ക് ഇത്രത്തോളം എൻ്റെ രോഗം രൂക്ഷുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. അതന്നെ എനിക്ക് കാരണം. ഒരു 5-6 വർഷം കടന്നുപോയി. അങ്ങനെ പെട്ടെന്ന് ഒരു പനിയാണ് വന്നത്. ആ പനി വന്ന സമയത്ത് പനിയോട് കൂടി ഒരു ഛർദി വന്നപ്പം വീട്ടിലെല്ലാവർക്കും പേടിയായി. അങ്ങനെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി 5 ദിവസം അവിടെ കിടത്തി. അങ്ങനെ 5 ദിവസം കഴിഞ്ഞ സമയത്ത് പിന്നെ ഒരു ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തി 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഛർദി. അധികം ആൾക്കാർ അറിയാം, കോഴിക്കോട് രണ്ടാമത് ഞാൻ പോകുന്നത് നടന്നുകൊണ്ടാണ്. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്കാണ് പിന്നെ കൊണ്ടുപോയത്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നടന്നു പോയ ഞാൻ പിറ്റേ ദിവസം ആയപ്പോഴേക്കും
കറക്കം കാരണം എനിക്ക് എണീറ്റ് നിൽക്കാനോ എനിക്ക് എങ്ങോട്ടും തിരിയാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ. പിന്നെ രാത്രി തീരെ ഉറക്കല്ല. എൻ്റെ കട്ടിലിന്റെ 2 സൈഡിലും എനിക്ക് ആള് നിൽക്കണം, അല്ലാതെ എനിക്ക് ഒന്നിനും പറ്റുന്നില്ല. അങ്ങനെ 5 ദിവസം അവര് ഓല പരീക്ഷണമൊക്കെ കഴിഞ്ഞ് അവസാനം ഓര് പറഞ്ഞൊരു വാക്ക്, അന്ന് ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു. അപ്പം ഒരു ഗൾഫിലായതുകൊണ്ടുള്ള ഒരു ടെൻഷൻ കൊണ്ടാണ്. അത് കേട്ട സമയത്ത് എന്താണ് എനിക്ക് അവരടുത്ത് ചോദിക്കണ്ടേന്ന് മനസ്സിലായില്ല. ഞാൻ ക്ഷമയോടുകൂടി നിന്ന് ആ ഹോസ്പിറ്റലിൽ നിന്നും ഒരു ജനപ്രവാഹത്തോടുകൂടി തന്നെ പറയാം, അടുത്തുള്ള ഒരു മിംസ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ആ മിംസ് ഹോസ്പിറ്റലിൽ എത്തിയ സമയത്തും ഞാൻ എനിക്കുണ്ടായ എല്ലാ അനുഭവങ്ങളും പറഞ്ഞ് ഒരു ദിവസം കൊണ്ട് തന്നെ അവര് ഫസ്റ്റ് തന്നെ എടുത്തത് എക്കോ ആണ്. ആ എക്കോ ചെയ്ത് പിറ്റേന്ന് വന്നിട്ട് ഡോക്ടർ പറഞ്ഞ്, നിങ്ങളെ ഒരു വാൾവ് തീർന്ന് രണ്ടാമത്തതിലേക്ക് എത്തിപ്പോയിട്ടുണ്ട്, അതാണ് നിങ്ങളെ പ്രശ്നം എന്ന് പറഞ്ഞു. പക്ഷെ ആ രോഗം കണ്ടെത്തി അവിടുന്ന് ഒരു പല ട്രീറ്റ്മെന്റും ചെയ്തെങ്കിലും എനിക്ക് ഛർദി നിർത്താൻ അവർക്ക് പറ്റിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ പോകുന്നത് എറണാകുളം ലിസി ഹോസ്പിറ്റലിലാണ്. ലിസി ഹോസ്പിറ്റലിൽ ഞാൻ 5 വർഷത്തിൻ്റെ അടുത്ത് ആ ട്രീറ്റ്മെന്റ് തുടർന്ന്. അങ്ങനെ 5 വർഷം കഴിഞ്ഞപ്പോഴേക്കും മൂന്നാമത്തെ ഡെലിവറി കഴിഞ്ഞ് 11 മാസമായിട്ടുണ്ട്. എനിക്ക് ഒന്ന് കുനിയാനോ നൂരാനോ ഒന്നും പറ്റില്ല. നമുക്കറിയാം ഫുൾ ടൈം നമ്മളിങ്ങനെ ഓടി വന്നാല് ഉണ്ടാകുന്ന ആ ഒരു കിതപ്പാണ്. അത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഡോക്ടർ പറഞ്ഞ്, ഇനി നിർത്തണ്ട, നമ്മൾ ഓപ്പൺ സർജറി ചെയ്താളാം, ഇനിയിലധികം ഒന്നും നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ ഓപ്പൺ സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി. എനിക്ക് ബ്ലഡ് ആണെങ്കിൽ ബി നെഗറ്റീവ് ആണ്. എല്ലാം റെഡിയാക്കി സർജറി ചെയ്യാൻ നേരത്ത് ഒരു ടെസ്റ്റ് ചെയ്തപ്പം ഡോക്ടർ പറഞ്ഞു, ഇപ്പം ചെയ്യണ്ട, നിങ്ങൾ വീട്ടിൽ പോയിക്കോളി, 1 മാസം കഴിഞ്ഞിട്ട് വരും. പക്ഷേ വീട്ടിൽ ചെന്ന സമയത്ത് പലരും പറഞ്ഞ്, നിങ്ങൾ അങ്ങനെ തിരിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. വെറുതെ അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് സർജറിക്ക് എല്ലാം റെഡി ആയതിന്റെ ശേഷം വിടൂല. അങ്ങനെ ഒരു 4-5 ആള് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കും ഒരു ഡൗട്ട് തോന്നി. അങ്ങനെ ഡോക്ടർ അറിയുന്ന ആളുണ്ടേനി. അങ്ങനെ അവരെ വിളിപ്പിച്ചപ്പം അവിടുന്ന് ഡോക്ടർ പറഞ്ഞ്, ഇവരെ ഞാൻ ഓപ്പൺ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഇവര് ആകെയിൽ 3 ദിവസമേ നിൽക്കുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വിട്ടത്. അങ്ങനെ അവിടുന്നും ഞങ്ങൾ ഇറങ്ങി പെരിന്തൽമണ്ണ മൗലാന, അങ്ങനെ ഓരോ ഹോസ്പിറ്റലും, ബാംഗ്ലൂർ സായിബാബ ഹോസ്പിറ്റല്, ഓരോ ഹോസ്പിറ്റലും ഞങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ഏറ്റവും വലിയ കാർഡിയോളജിസ്റ്റ് ആരാണോ അവരെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്നൊന്നും ഒരു പറയും സർജറി ചെയ്യാനായിട്ടില്ല. അങ്ങനെ ഞങ്ങൾ കയറി ഇറങ്ങി അവസാനം ചെന്നൈ മയോട്ട് ഹോസ്പിറ്റലിലേക്കാണ് അവസാനം പോകുന്നത്. അവിടെ എനിക്ക് സാധാ പോലെ എക്കോ ചെയ്ത സമയത്ത് സെയിം റിപ്പോർട്ടാണ്. ഡോക്ടർ പറഞ്ഞ്, നിങ്ങൾ 2 നേഴ്സുമാരെൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും നിർത്തിക്കൊണ്ട് പറഞ്ഞ് ഇരുന്ന് എണീക്കാൻ പറഞ്ഞ സമയത്ത് ഞാൻ എണീറ്റപ്പോഴേക്കും ഞാനിങ്ങനെ കുഴഞ്ഞു വീണുന്ന ആ ഒരു അവസ്ഥയിലേക്ക് പോവാം. അവര് കിടത്തി എക്കോ ചെയ്ത സമയത്ത് ഞാൻ കുനിയണ സമയത്ത് ഒരു തുള്ളി ബ്ലഡ് പോലും എൻ്റെ ബോഡിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്യുന്നില്ല. അതായിരുന്നു എൻ്റെ പ്രശ്നം. ഇത്രയും ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയിട്ടും ഒരു ഡോക്ടർമാർക്ക് പോലും ഇതെന്താന്നുള്ളത് തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനെ അവിടുന്ന് നമ്മള് കേരളത്തിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ഇപ്പം ഒരു കൂട്ടായിട്ടുള്ള ഒരു ചർച്ച കഴിഞ്ഞതിന്റെ ശേഷമാണ് ഡോക്ടേഴ്സ് തീരുമാനം എടുക്കുക. അതിനുശേഷം ഡോക്ടർ എന്നെ ഹസ്ബൻഡിന് കൂടെ ഉള്ളവരും വിളിച്ചിട്ട് പറഞ്ഞ്, ഇത് ഞങ്ങളെ ഫസ്റ്റ് കേസാണ്, ലക്ഷക്കണക്കിന് കേസ് ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്, ഇത് ഞങ്ങളെ ഫസ്റ്റ് കേസാണ്, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ബലൂൺ സർജറി ചെയ്തു നോക്കാം. ഞാൻ ഒന്നും നോക്കിയില്ല, സാറേ ചെയ്തോളിന്ന് പറഞ്ഞ് ഹസ്ബൻഡ് മുഖത്തേക്ക് നോക്കി. ഞാൻ പറഞ്ഞു, എൻ്റെ വിധി എന്താ വെച്ചാൽ അതുപോലെ വരും, ഇങ്ങനെ ഞാൻ നിൽക്കണേക്കാണ് നല്ലത് സർജറി ചെയ്യല്ലേ നല്ലത്. അങ്ങനെ ബലൂൺ സർജറി ചെയ്ത് അത് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, മൊത്തം തീർന്നത് ഒന്നും ചെയ്യാൻ പറ്റില്ല, കുറച്ച് പ്രശ്നം വന്നത് ക്ലിയർ ചെയ്ത് തരാമെന്ന് ആദ്യം പറഞ്ഞുള്ളൂ. അങ്ങനെ അത് ക്ലിയർ ചെയ്ത്, അങ്ങനെ അതുവരെ 3 പില്ലോ അട്ടിക്ക് വെച്ചിട്ടാണ് ഞാൻ കിടന്നുറങ്ങിയിരുന്നത്.
അത് എനിക്ക് ഒഴിവാക്കാൻ പറ്റി. അങ്ങനെ ഒരു 3-4 വർഷം ആ ട്രീറ്റ്മെന്റുമായിട്ട് പോകുമ്പോഴേക്കും എനിക്ക് ശ്വാസത്തിന് തടസ്സം വന്നു. ഒരു സൈഡ് മൊത്തം ഷിവറിങ് ആയി, മുഖം മൊത്തം വിറയലായി, ഭക്ഷണം കഴിക്കുന്നത് മൊത്തം കുടുങ്ങി പോവുക. അങ്ങനെ വീണ്ടും ഞങ്ങള് വെല്ലൂർ CMCയിലേക്ക് പോയി. CMCയിൽ എത്തിയ സമയത്ത് അവിടുത്തെ ഡോക്ടേഴ്സിന് തന്നെ ഓരോ ദിവസം ഇന്ന് കഴിയുന്നതിനനുസരിച്ച് മോശമാവുന്ന ഒരവസ്ഥയിലേക്കാണ് പോണത്. അങ്ങനെ അവിടെ അവരിന്ന് ഒരു മാസം 2-3 മാസം അവരവിടെ നിർത്തി ട്രീറ്റ്മെന്റ് ചെയ്ത്. എനിക്ക് ഫുൾ ടൈം എക്സസൈസ് ഉണ്ട്. പിന്നെ ഭക്ഷണം, വെള്ളം എനിക്ക് കുടിക്കാൻ പറ്റും. വെള്ളം ഇങ്ങനെ ഓരോ മുറുക്കായിട്ട് നമ്മൾ സിപ്പായിട്ട് കുടിക്കാൻ പറ്റുള്ളൂ. വലിച്ച് കുടിക്കാൻ പറ്റില്ല. വലിച്ചു കുടിച്ചു കഴിഞ്ഞാൽ അവിടെ തടുത്തും, അങ്ങനെ പുറത്തടിക്കും. അങ്ങനെയൊക്കെ ശ്വാസം. അങ്ങനെ ഒരു 2 മാസം കഴിഞ്ഞപ്പോഴേക്കും ഒരു 2 നേരം അടിക്കാൻ ഒരു ഇൻഹേലറും തന്ന്, പിന്നെ കുറച്ച് ടാബ്ലറ്റും, പിന്നെ ശ്വാസം പറ്റ പോണ സമയത്ത് അടിക്കാൻ വേറൊന്ന് തന്ന്. എൻ്റെ മോളെ അടുത്ത് ഒരു ഡോക്ടർ പറഞ്ഞത്, എൻ്റെ ഉമ്മക്ക് ഞങ്ങൾക്ക് ചെയ്യാവുന്നതും അതിലപ്പുറം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞ്. ഇനി ഈ മരുന്നൊക്കെ ചെയ്യാ 2 മാസം കൂടുമ്പോൾ വെല്ലൂര് വന്നിട്ട് ചെക്കപ്പുകൾ എവിടം വരെ എത്തിനെന്നുള്ള ആ ചെക്കപ്പ് ചെയ്തു പോവുക. അല്ലാതെ ഇനി ഒന്നും ചെയ്യാനില്ല. ഞങ്ങൾ അതെല്ലാം കേട്ട് വീട്ടിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ പ്രോഡക്റ്റ് എൻ്റെ കയ്യിലേക്ക് കിട്ടുന്നത്. പക്ഷെ കണ്ട സമയത്ത് ഇതിൽ പലർക്കും ചോദിച്ചൊരു ചോദ്യം തന്നെ ആയിരിക്കും, ഈ വെല്ലൂര് വരെ പോയിട്ട് മാറാത്ത ഇത് ഈ ഒരു ബെഡ് കൊണ്ട് എങ്ങനെ മാറാനാ? ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ്. പക്ഷെ എനിക്ക് കുറെ വീഡിയോസ് കാണിച്ച സമയത്ത് അതിൽ പലതും പല ഹോസ്പിറ്റലും ഒഴിവാക്കിയ പല കേസുകളും, സ്ട്രോക്ക് വന്ന ആള്, അങ്ങനത്തെ പല കേസുകളാണ് എനിക്ക് ആ വീഡിയോയിലൂടെ കാണാൻ പറ്റിയത്. ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങി ഞാൻ ഇതിന്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പം പലതും അങ്ങനത്തെ പല റിസൾട്ടുകളും എനിക്ക് അവിടുന്ന് കാണാൻ പറ്റി. പക്ഷെ അപ്പം എനിക്കും തോന്നി, എന്താണ് എനിക്കും അങ്ങനെ ആയിക്കൂടായികണ്ടോ? എന്തായാലും വേണ്ടില്ല, അൽഹംദുലില്ലാ, ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് എന്താണോ അവിടുന്ന് പറഞ്ഞത് ആ രീതിയിൽ ഞാൻ ഉപയോഗിക്കാൻ തയ്യാറായപ്പം 1-2 മാസം കൊണ്ട് ഞാൻ ഉപയോഗിച്ച എല്ലാ മരുന്നുകളും എനിക്ക് ഒഴിവാക്കാൻ പറ്റി. ഒരു 3.5 വർഷമായി എനിക്ക് ഹെൽത്തും വെൽത്തും കിട്ടിയ ഒരു പ്രൊഡക്റ്റാണ്. അതിനെ ഞാൻ നെഞ്ചോട് ചേർക്കാൻ തയ്യാറായപ്പോൾ ഒരു 2000-ലധികം ആൾക്കാരിലേക്ക് എനിക്ക് ഇത് എത്തിക്കാൻ പറ്റി. നമുക്കറിയാം, ഒരു ഹെൽത്ത് എന്ന് പറഞ്ഞത് നമുക്ക് വേറൊന്നിനേക്കാണോ വലുതാണ്. അതിനുള്ള ഒരു തിരിച്ചറിവ് അങ്ങനത്തെ അതുകൊണ്ട് തന്നെയാണ് എന്തായാലും ഇത് ഏറ്റെടുത്ത സമയത്ത് കുറെ സന്തോഷങ്ങൾ, അല്ലെ? കുറെ ആൾക്കാരുടെ സന്തോഷം കാണുമ്പോൾ നമുക്ക് അതിനേക്കാണ് സന്തോഷല്ലേ. അപ്പം അതാണ് ഇതിലൂടെ ഉണ്ടാക്കാൻ പറ്റിയത്. ഇപ്പം എന്നെ പോണം റിസൾട്ട് കിട്ടിയ ആൾക്കാരാണ് അല്ലെ നിങ്ങളെല്ലാവരും. അപ്പം എല്ലാവരും ഓരോരുത്തരായിട്ട് വന്നിട്ട് പേര്, സ്ഥലം പറയാം.